വിവിധ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന ADGP MR അജിത് കുമാറിനെ DGP-ആക്കാൻ സർക്കാർ നീക്കം. DGP പട്ടികയിലേക്ക് അജിത് കുമാറിനെ ശുപാർശ ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന IPS സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. അന്വേഷണം സ്ഥാനക്കയറ്റത്തിന് തടസ്സമാകാതെയാണ് സർക്കാർ തലോടൽ. സ്ഥാനമാറ്റം നൽകി മാറ്റി നിർത്തിയെങ്കിലും ADGP MR അജിത് കുമാറിനെ കൈവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് അന്വേഷണം, തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം എന്നിവ നടക്കുന്നുണ്ടെങ്കിലും അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് ഇവയൊന്നും തടസ്സമല്ലെന്നാണ് സർക്കാർ നിലപാട്. DGP റാങ്കിലേക്ക് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി UPSCയോട് ശുപാർശ ചെയ്യാൻ IPS സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ്, വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവർ അംഗങ്ങളായ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം തിങ്കളാഴ്ച ചേർന്നാണ് ഈ തീരുമാനമെടുത്തത്. അടുത്ത വർഷം ജൂലൈയിൽ ഉണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാറിനെ DGP പദവിയിലേക്ക് ഉയർത്താനാണ് കമ്മിറ്റിയുടെ ശുപാർശ. വിജിലൻസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്നാണ് ചീഫ് സെക്രട്ടറി യോഗത്തിലെടുത്ത നിലപാട്. അന്വേഷണം നടത്തി കേസെടുത്ത റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിന് തടസ്സമുള്ളൂവെന്ന് വിജിലൻസ് മേധാവിയും പറഞ്ഞു. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിക്കായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ സ്ഥാനക്കയറ്റത്തിന് തടസ്സമുണ്ടാകൂ. IPS സ്ക്രീനിംഗ് കമ്മിറ്റി നൽകുന്ന ശുപാർശകളിൽ UPSC സ്ക്രീനിംഗ് കമ്മിറ്റി അടുത്ത വർഷം ജൂണിൽ തീരുമാനമെടുക്കും. ശുപാർശ വന്നതോടെ അജിത് കുമാറിന് മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയില്ല. മീഡിയ 1 തിരുവനന്തപുരം.